കേരളം നിരവധി ദുരന്തങ്ങൾ കണ്ടിട്ടുണ്ട്. പ്രളയങ്ങൾ, കടൽ ദുരന്തങ്ങൾ, വിമാനാപകടങ്ങൾ. പക്ഷേ 1988 ജൂലൈ 8-ന് സംഭവിച്ചൊരു തീവണ്ടി ദുരന്തം ഇന്നും കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ റെയിൽവേ ദുരന്തമായി തുടരുന്നു. 105 ജീവനുകൾ നഷ്ടപ്പെട്ടു, 200-ലധികം പേർക്ക് പരിക്കേറ്റു. എന്നാൽ ഈ ദുരന്തത്തെ ഇന്നും വ്യത്യസ്തമാക്കുന്നത് മരണസംഖ്യയല്ല. ഈ അപകടം എന്തുകൊണ്ടാണ് സംഭവിച്ചത് എന്ന ചോദ്യത്തിന് ഇന്നുവരെ വ്യക്തമായ ഉത്തരമില്ല എന്നതാണ്. ഇതാണ് പെരുമൺ ട്രെയിൻ ദുരന്തത്തിൻ്റെ കഥ. ഐലൻഡ് എക്സ്പ്രസ് 1988 ജൂലൈ 8. ബംഗളൂരുവിൽ നിന്ന് തിരുവനന്തപുരം സെൻട്രലിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരുന്ന ഐലൻഡ് എക്സ്പ്രസ് പതിവ് പോലെ കേരളത്തിലൂടെ കടന്നുപോവുകയായിരുന്നു. ആയിരക്കണക്കിന് യാത്രക്കാരെ ദിവസേന ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തിച്ചിരുന്ന പ്രധാന ട്രെയിനുകളിലൊന്നായിരുന്നു ഇത്. ഉച്ചയ്ക്ക് ഏകദേശം 1 മണിയോടടുത്ത് ട്രെയിൻ കൊല്ലം ജില്ലയിലെ പെരുമൺ ഭാഗത്തേക്കെത്തി. അഷ്ടമുടി കായലിന് മുകളിലൂടെ കടന്നുപോകുന്ന പാലത്തിലൂടെയായിരുന്നു യാത്ര. ആ സമയത്ത് കാലാവസ്ഥ സാധാരണ നിലയിലായിരുന്നു എന്ന് ചില സാക്ഷികൾ പിന്നീട് പറഞ്ഞു. മറ്റു ചിലർ ശക്തമായ കാറ്റ് അനുഭവപ്പെട്ടതായി പറഞ്ഞു. അത് പിന്നീട് വലിയ വിവാദത്തിന് കാരണമായി. ട്രെയിൻ പാലത്തിലേക്ക് പ്രവേശിച്ചു. എഞ്ചിനും മുൻവശത്തെ ചില ബോഗികളും പാലം കടന്നു. എന്നാൽ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ എല്ലാം മാറി. പിന്നിലെ ബോഗികൾ പാലം തെറ്റാൻ തുടങ്ങി, ഒന്നിന് പിന്നാലെ മറ്റൊന്ന്. ചില ബോഗികൾ പാലത്തിൻ്റെ വശത്തേക്കിടിച്ചു, ചിലത് നേരെ അഷ്ടമുടി കായലിലേക്ക് പതിച്ചു. വെള്ളത്തിലേക്ക് പതിച്ച ബോഗികളിൽ പലതും യാത്രക്കാരാൽ നിറഞ്ഞിരുന്നു. ചില ബോഗികൾ ഭാഗികമായി മുങ്ങി, ചിലത് മുഴുവനായും വെള്ളത്തിനടിയിലായി. ആളുകൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ പോലും സമയം ലഭിച്ചില്ല. ഒരു സാധാരണ യാത്ര ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ ദുരന്തമായി മാറി. ദുരന്തവാർത്ത പടർന്നതോടെ സമീപ പ്രദേശങ്ങളിലെ നാട്ടുകാർ ആദ്യം രക്ഷാപ്രവർത്തനത്തിനിറങ്ങി. പെരുമൺ, മൺട്രോതുരുത്ത് എന്നിവിടങ്ങളിലെ മത്സ്യത്തൊഴിലാളികളും നാട്ടുകാരും സ്വന്തം വള്ളങ്ങളുമായി വെള്ളത്തിലേക്കിറങ്ങി. ആ സമയത്ത് ദേശീയ ദുരന്തനിവാരണ സേനയോ ആധുനിക രക്ഷാസംവിധാനങ്ങളോ ഉണ്ടായിരുന്നില്ല. സാധാരണ മനുഷ്യർ അസാധാരണ ധൈര്യം കാട്ടുകയായിരുന്നു. ജാലകങ്ങൾ തകർത്തു, വെള്ളത്തിനടിയിലേക്ക് മുങ്ങി, യാത്രക്കാരെ പുറത്തെടുക്കാൻ ശ്രമിച്ചു. പലരെയും രക്ഷിക്കാൻ കഴിഞ്ഞു, എന്നാൽ എല്ലാവരെയും രക്ഷിക്കാൻ സാധിച്ചില്ല. അവസാനം ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 105 പേർ മരിച്ചു, 200-ലധികം പേർക്ക് പരിക്കേറ്റു. കേരളം നടുങ്ങി, രാജ്യമൊട്ടാകെ വാർത്തയായി. അപകടത്തിനു ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമുയർന്നു: എന്തുകൊണ്ടാണ് ട്രെയിൻ പാലം തെറ്റിയത്? റെയിൽവേ അധികൃതർ അന്വേഷണം ആരംഭിച്ചു. റെയിൽവേ സേഫ്റ്റി കമ്മീഷണറുടെ നേതൃത്വത്തിൽ പരിശോധനകൾ നടന്നു. സാക്ഷിമൊഴികൾ ശേഖരിച്ചു, സാങ്കേതിക പരിശോധനകൾ നടത്തി. എന്നാൽ അന്വേഷണത്തിൻ്റെ ആദ്യ നിഗമനം തന്നെ വിവാദമായി. അന്വേഷണ റിപ്പോർട്ടിൽ ഒരു അസാധാരണ വിശദീകരണം മുന്നോട്ട് വന്നു. പാലത്തിന് മുകളിലൂടെ കടന്നുപോയ ശക്തമായ ചുഴലിക്കാറ്റോ ടോർണാഡോ പോലുള്ള വായുപ്രവാഹമോ ട്രെയിനിനെ അസ്ഥിരമാക്കിയിരിക്കാം എന്നായിരുന്നു നിഗമനം. ഇന്ത്യൻ റെയിൽവേ ചരിത്രത്തിൽ വളരെ അപൂർവമായൊരു വിശദീകരണമായിരുന്നു ഇത്. എന്നാൽ പലരും അത് അംഗീകരിച്ചില്ല. കാലാവസ്ഥാ വിദഗ്ധർ ചോദ്യങ്ങൾ ഉന്നയിച്ചു, പ്രാദേശികരും സംശയങ്ങൾ പ്രകടിപ്പിച്ചു. അന്ന് യഥാർത്ഥത്തിൽ ടോർണാഡോ ഉണ്ടായിരുന്നോ? അതിലുള്ളതിലുള്ള വ്യക്തമായ തെളിവെന്താണ്? ഈ ചോദ്യങ്ങൾ ഇന്നും ഉയരുന്നു. കാലക്രമേണ മറ്റ് നിരവധി സിദ്ധാന്തങ്ങളും ഉയർന്നു. ചിലർ ട്രാക്കിൻ്റെ അവസ്ഥയെക്കുറിച്ച് സംശയിച്ചു, മറ്റു ചിലർ സാങ്കേതിക തകരാറുകൾ ചൂണ്ടിക്കാട്ടി. ചില റിപ്പോർട്ടുകളും പൊതുചർച്ചകളും പാലത്തിൻ്റെ ഘടന, കാറ്റിൻ്റെ സ്വാധീനം, ട്രെയിനിൻ്റെ വേഗത തുടങ്ങിയ ഘടകങ്ങൾ ചേർന്നുണ്ടായ അപകടമായിരിക്കാമെന്ന് അഭിപ്രായപ്പെട്ടു. എന്നാൽ ഇതിലൊന്നിനും അന്തിമമായി എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന തെളിവുകൾ ലഭിച്ചില്ല. അതുകൊണ്ട് തന്നെ പെരുമൺ ദുരന്തം ഒരു ചരിത്ര സംഭവം മാത്രമല്ല, ഒരു ദുരൂഹത കൂടിയാണ്. ഈ ദുരന്തത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പലപ്പോഴും അക്കങ്ങളാണ് നമ്മൾ ഓർക്കുന്നത്. 105 മരണങ്ങൾ, 200-ലധികം പരിക്കുകൾ. എന്നാൽ ആ അക്കങ്ങൾക്ക് പിന്നിൽ മനുഷ്യരുടെ ജീവിതങ്ങളുണ്ടായിരുന്നു. വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നവർ, വിദ്യാർത്ഥികൾ, ജോലിക്കാർ,
കുടുംബാംഗങ്ങൾ, സ്വപ്നങ്ങളുമായി യാത്ര ചെയ്ത സാധാരണ മനുഷ്യർ. ഒരു നിമിഷം കൊണ്ട് അവരുടെ ജീവിതം മാറിമറിഞ്ഞു. ചില കുടുംബങ്ങൾ അവരുടെ പ്രിയപ്പെട്ടവരെ ഒരിക്കലും തിരിച്ചു കിട്ടിയില്ല. ഈ ദുരന്തത്തിന്റെ ആഘാതം വർഷങ്ങളോളം നിലനിന്നു. 36 വർഷത്തിലേറെ കഴിഞ്ഞിട്ടും പെരുമൺ ട്രെയിൻ ദുരന്തം കേരളത്തിന്റെ കൂട്ടായ ഓർമ്മയിൽ ജീവിച്ചിരിക്കുന്നു. അഷ്ടമുടി കായലിന് ശാന്തമായ ജലത്തിന് താഴെ ഒരു വലിയ ദുരന്തത്തിന്റെ ഓർമ്മ മറഞ്ഞുകിടക്കുന്നു. അപകടത്തിന്റെ യഥാർത്ഥ കാരണം ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നു. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്: 1988 ജൂലൈ 8 നഷ്ടമായ 105 ജീവനുകളെ കേരളം ഒരിക്കലും മറക്കില്ല. ഇതൊരു റെയിൽവേ അപകടത്തിന്റെ കഥ മാത്രമല്ല, ഉത്തരങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്ന ഒരു ദുരൂഹതയുടെ കഥ കൂടിയാണ്. നിങ്ങൾക്ക് ഈ കേസ് സംബന്ധിച്ച് എന്താണ് അഭിപ്രായം? അപകടത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം എന്തായിരിക്കുമെന്ന് നിങ്ങൾ കരുതുന്നു? കമന്റിൽ അറിയിക്കൂ. കൂടുതൽ ഡോക്യുമെന്ററികൾക്കായി വോൾട്രിക്സ് ഡോക്സ് സബ്സ്ക്രൈബ് ചെയ്യൂ.